കെട്ടിട വിവാദങ്ങൾക്ക് പിന്നാലെ വി.കെ. പ്രശാന്ത് ഓഫീസ് ഒഴിയുകയാണ്. ശാസ്തമംഗലത്ത് നിന്ന് മരുതൻകുഴിയിലെ വട്ടിയൂർക്കാവിൻ്റെ മരുതൻകുഴിയിലെ ഓഫീസ് മറ്റൊരു ഓഫീസിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എം.എൽ.എയുടെ ഓഫീസ് ഇനി മരുതൻകുഴിയിൽ നിന്ന് മാറി മരുതൻകുഴിയിലെ ഓഫീസിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ശാസ്തമംഗലത്തെ നിലവിലെ ഓഫീസാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. നേരത്തെ ശാസ്തമംഗലത്തെ ഓഫീസ് കുറഞ്ഞ വാടകയ്ക്ക് ഏതാണ്ട് 800 രൂപയിലധികം മാത്രം വരുന്ന ഒരു വാടകയ്ക്ക് എം.എൽ.എ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതൊരു അഴിമതി കൂടിയാണ്. എം.എൽ.എക്ക് വലിയ ഫണ്ടൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ കോർപ്പറേഷൻ്റെ കീഴിൽ ഉള്ള ശാസ്തമംഗലത്തെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ആയിരുന്നു ഉയർന്നു വന്നത്. പക്ഷേ വാടക കരാറുണ്ട്, അതുപ്രകാരമാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നും അങ്ങനെ ശ്രീലേഖ പറഞ്ഞതുകൊണ്ടൊന്നും താൻ മാറാൻ പോകുന്നില്ല എന്നതുമൊക്കെയായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോഴിതാ മരുതൻകുഴിയിലേക്ക് മാറുകയാണ് ശാസ്തമംഗലത്ത് നിന്ന്. എന്തുകൊണ്ടാണത് എന്ന വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് എം.എൽ.എ എന്താണ് പറഞ്ഞത് എന്നത് കേൾക്കാം. ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി 7 വർഷം പ്രവർത്തിച്ചത്. ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ മരുതൻകുഴിയിലെ സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 100-150 മീറ്റർ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഉള്ളത്. താഴത്തെ നില തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 10,000-കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് എം.എൽ.എയുടെ ഓഫീസ് ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഉചിതമായൊരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത്. ഇതാണ് ഇപ്പോൾ വി.കെ. പ്രശാന്ത് നൽകുന്ന മറുപടി. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു സമീപനം ആയിരുന്നല്ലോ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ പോരിൻ്റെ കൂടി ഭാഗമായി മാറിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ബി.ജെ.പി. CPIM ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിട്ടുവീഴ്ചയൊന്നും വേണ്ട എന്ന സമീപനം സ്വീകരിച്ചിരുന്നു വി.കെ. പ്രശാന്ത്. അതിൽ നിന്നിപ്പോൾ മാറുകയാണ്. ഈ വാടക കരാർ നിലനിൽക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും എന്തോ അന്ന് സൂചിപ്പിച്ചത് മാർച്ച് വരെ എന്തോ വാടക കരാർ ഉണ്ട് എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് മാറുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ട് ആണ് ഡാൻ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എം.എൽ.എ പോയത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് വി.കെ. പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം വട്ടിയൂർക്കാവിലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം.എൽ.എയാണ് വി.കെ. പ്രശാന്ത്. അപ്പോൾ വി.കെ. പ്രശാന്തിനോട് കൗൺസിലറായ ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓഫീസ് മാറണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് എം.എൽ.എ എന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ഉണ്ടായ അനാദരവാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ വളരെ നാടകീയമായി പ്രശാന്ത് തനിക്ക് അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം ആർ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ആ ഓഫീസ് വിടാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായ ഒരു വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റും CPM എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ മത്സരിക്കുമെന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് വി.കെ. പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമോ അതോ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുമോ, ഇതടക്കം ഉള്ള കാര്യങ്ങൾ ചർച്ചകളിൽ നിറയുന്നതിനിടയിലാണ് തൻ്റെ ഓഫീസ് മാറി മരുതൻകുഴിയിലേക്ക് പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ളൊരു നീക്കം വി.കെ. പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഓഫീസിലെ സാധനങ്ങളൊക്കെ അവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഇങ്ങനെ ഇത്രയും നാൾ ഇതിനു മുമ്പും കൗൺസിലർമാരുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ആർ ശ്രീലേഖ കൗൺസിലറായി വന്നതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. തൻ്റെ ഓഫീസിലെത്തുന്നവരെ താൻ പാർട്ടി പ്രവർത്തകരായി അല്ല കണ്ടിരുന്നത്. പാർട്ടിയുമായി ബന്ധമില്ലാത്ത നിരവധി ആളുകൾ ഓഫീസിലെത്തുകയും സഹായങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ വിമർശനമായി തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വട്ടിയൂർക്കാവിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നാടകീയമായി വളരെ ദിവസങ്ങൾക്ക് ശേഷം ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഡാൻ, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനം നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമൊക്കെ പങ്കുവെക്കാറുണ്ട്, വിവാദ വിഷയങ്ങൾ പങ്കുവെക്കാറുണ്ട്. എങ്കിലും മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എം.എൽ.എ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവർക്ക് സ്വീകാര്യരാണോ, അതിനപ്പുറത്ത് അതിൻ്റെ ഒരു പൊതുചിത്രമോ പൊതുപ്രതലമോ ഒന്നും മണ്ഡലത്തിലുള്ള സാധാരണക്കാരായ ആളുകൾ വിലയിരുത്താറില്ല. അതിനനുസരിച്ചാണ് വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് ഡാൻ വളരെ കൃത്യമായി പറയുന്നു. ഒപ്പം
BJP ഇതിനപ്പുറത്തൊരു രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നുമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷന് കീഴിൽ ഉള്ള പല കെട്ടിടങ്ങളും തുച്ഛമായ വാടകയ്ക്കാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയമുണ്ട്. അത് MLA-മാരെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് അവരുടെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം എന്ന നിലയിൽ അതിനെ കാണാം. പക്ഷേ സ്വകാര്യ വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ ഇത്തരത്തിൽ തുച്ഛമായ വരുമാനത്തിനാണ് നൽകുന്നതെങ്കിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അത് തിരുത്തും എന്ന് BJP പറഞ്ഞു വയ്ക്കുന്ന ഒരു പശ്ചാത്തലം. അതിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവാദങ്ങളും ചർച്ചകളുമൊക്കെ വരും ദിവസങ്ങളിൽ തുടരുവാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ ഈ കുറഞ്ഞ വാടക എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതുകൂടിയാണോ VK പ്രശാന്ത് മുന്നിൽ കാണുന്നത്? അദ്ദേഹം പറയുന്നത് അതായത് MLA-മാർക്ക് ഈ സർക്കാരിൻ്റെ ഓഫീസുകളിൽ അല്ലെ പഞ്ചായത്തിൻ്റെയോ അതല്ല എങ്കിൽ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. അതിന് താൻ ഇങ്ങനെയൊരു പണം കുറഞ്ഞ അലവൻസ് നൽകിക്കൊണ്ട് താൻ ആ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണം ഒരുപാട് നടന്നു. അത് പക്ഷേ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് അതിൻ്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പുതുതായി കൗൺസിലിലേക്ക് എത്തിയ പല അംഗങ്ങൾക്കും ഇങ്ങനെ ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് പോലും അറിയത്തില്ല എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഓഫീസ് വിവാദം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. VK പ്രശാന്ത് MLA ഓഫീസ് മാറ്റാൻ തീരുമാനമെടുക്കുകയും അദ്ദേഹം മരുതൻകുഴിയിലെ പുതിയ ഓഫീസിലേക്ക് മാറുകയും ചെയ്യുന്നതിലൂടെ എപ്പോൾ മാറുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിന് ഈ വിഷയത്തോട് R. ശ്രീലേഖയുടെ പ്രതികരണം അതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. അതായത് തനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം നൽകിയിരുന്നുവെന്ന് പരസ്യമായി പറയുകയും അതിൻ്റെ പേരിൽ വാർത്തകൾ പിന്നീട് അത് വിവാദങ്ങൾക്ക് വഴിവെക്കുകയൊക്കെ ചെയ്യുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് നേരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്ത R. ശ്രീലേഖയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി VK പ്രശാന്തിൻ്റെ ഓഫീസ് മാറ്റം മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കടന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പക്ഷേ അത് വളരെ രമ്യമായി പരിഹരിക്കാൻ ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി. സൗഹൃദപൂർണ്ണമായിട്ടാണ് ഈ MLA ഓഫീസ് ഒഴിയാമോ എന്നത് ചോദിച്ചത് എന്ന് ശ്രീലേഖ പറയുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ഓഫീസ് തുടങ്ങിയത് എന്ന നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോഴിതാ വട്ടിയൂർക്കാവ് MLA ശാസ്തമംഗലത്തെ ഓഫീസ് മാറ്റുകയാണ്. അത് മരുതൻകുഴിയിലേക്ക് മാറുന്നു എന്നാണ് MLA പറയുന്നത്.